സാധാരണക്കാരുടെ സങ്കീർത്തനങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ യാത്ര ഇതാ വിശുദ്ധ വാരത്തിൽ എത്തിയിരിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, സകല ജനതകൾക്കും വേണ്ടി തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ആ കുരിശുമലയിൽ കുരിശിൽ മരിച്ച ദിനം. ചേച്ചി, ദുഃഖവെള്ളിയാഴ്ച നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു രക്ഷയുടെ ദിനമാണ്. നമുക്ക് വേണ്ടി നാഥൻ കുരിശിൽ മരിച്ച ദിവസമാണ്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച എന്നുള്ളൊരു ദിനത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനുഷ്യവംശത്തെ രക്ഷിക്കാനായി ദൈവപുത്രനായി യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ച് ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിനത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിനു വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മയാണ് അന്ന് ആഘോഷിക്കുന്നത്. ആ ദിനത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതലായി വ്യാകുലമാതാവിനെയാണ് ഞാൻ ഓർക്കുന്നത്. വ്യാകുലമാതാവിൻ്റെ മടിയിൽ തൻ്റെ തിരുക്കുമാരൻ്റെ ശരീരം മടിയിൽ വെച്ചുകൊണ്ട് അമ്മ ആലപിക്കുന്നതായിട്ടുള്ള ഒരു ഗീതമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര്. തീർച്ചയായിട്ടും. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സറ്റു കേട്ടുകൊണ്ടാലും